ഇത് ഏഷ്യൻ സൈഡിലേക്ക് പോകുന്ന ഫെറിയാണ്. കടിക്കോയി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഞങ്ങൾ. ഇപ്പോൾ എമിനോനോ, തുർക്കിയിലെ എമിനോനോ എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്നാണ് ഈ ഫെറി കയറി നമ്മൾ പോകുന്നത്. നടന്നു ഞാൻ പിടിക്കട്ടെ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അയ്യോ, കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. തണുപ്പുണ്ട്, കാറ്റുണ്ട്. ക്യാപ്പ് എടുത്തില്ല. മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ ഏഷ്യൻ സൈഡിലേക്ക് പോകുന്ന ഫെറിയിലാണ് കേട്ടോ. ഇപ്പോൾ കടിക്കോയി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഇറങ്ങേണ്ടത് നമ്മൾക്ക് ഏഷ്യൻ സൈഡിലേക്ക് പോകാനായിട്ട്. അതായത് എമിനോനു പോർട്ടിൽ നിന്ന് 30 ലീറ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫെറിയിൽ കയറി ഏഷ്യൻ സൈഡിലേക്ക് പോകാം. ഇതല്ലേ ഈ ബ്രിഡ്ജിൻ്റെ പേരെന്താണോ? ഇപ്പൊ ഈ രണ്ട് കരനെ യോജിപ്പിക്കുന്ന ബ്രിഡ്ജ് അല്ലേ? ഈ ഫെറിയിലാണ് ഞങ്ങൾ പോയത്. കടിക്കോയിലേക്ക് വന്നിറങ്ങാൻ വേണ്ടി കടിക്കോയി സ്റ്റോപ്പിലല്ല വന്നിറങ്ങിയത്. വന്നിറങ്ങിയ സ്റ്റോപ്പിൻ്റെ പേര് ഓർത്തക്കോയ്. ഈ സ്റ്റോപ്പിലാണ് വന്നിറങ്ങിയത്. ഇനി കടിക്കോയി എവിടെയാണ്, എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഇവിടെ നിന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് വേണം കടിക്കോയിലേക്ക് പോകാനിട്ട്. മേ ബി ഈ ബ്രിഡ്ജിൽ കയറിയിട്ട് പോകാൻ പറ്റുമായിരിക്കും. ഷിപ്പൊക്കെ പോകുന്നുണ്ട് ഇവിടെ. കാർഗോ ഷിപ്പെന്ന് തോന്നുന്നു. വിപിൻ പോയോ? ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണേ. സിക്കിസി എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ് കേട്ടോ. എല്ലായിടത്തും കാണാം എക്സിറ്റ് സിക്കിസി എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ സ്ഥലം. നിറയെ പ്രാവുകളുണ്ട് ഇവിടെ നിറയെ. നോക്കിയേ, അതുങ്ങൾക്കൊരു പേടിയില്ല കേട്ടോ. നമ്മളിത് അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പ്രാവുകൾ നോക്കിയേ. നമ്മൾ വഴിതെറ്റി വന്ന് ഇറങ്ങിയ സ്ഥലമാണ്. അപ്പം നമ്മളൊന്ന് കുറച്ച് നേരം ഇവിടെ കറങ്ങി നടക്കാമെന്ന് ഓർത്തു. ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ. ടാറ്റു ചെയ്യുന്ന പ്ലേസ്. പക്ഷേ സൺഡേ ആയിട്ട്, ഇന്ന് സൺഡേ ആണോ? സൺഡേ ആണ്. അടച്ചിട്ടൊക്കെ ഇവിടെ മുഴുവനും. എന്തായാലും ഞങ്ങൾ നടന്ന് ഇപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ഫെറിയിൽ വന്നപ്പോൾ കണ്ട ബ്രിഡ്ജില്ലേ, അതിൻ്റെ അടി വരെ എത്തി നടന്ന്. ബേക്ക്ഡ് പൊറ്റാറ്റോ, ഫോണൊക്കെ വെച്ചോളാം. നടന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് എന്തായാലും ഇവിടെ പോയി നോക്കട്ടെ. അത് അല്ല, അതൊന്നല്ല, എല്ലാ ഐസ്ക്രീം അല്ല. കണ്ട നോക്കട്ടെ. ഈ കോൺ എല്ലാ ഐറ്റംസും ഉണ്ട്. താങ്ക് യു. India. Yes. I am from Bombay. Really? Shahrukh Khan. Yes. Canada Kabut. Okay. Next time come here. And you? ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഈ സാധനങ്ങൾ. ഇവര് ബിഗ് പൊട്ടറ്റോ എടുത്തിട്ട് ഇത് കാണാൻ അവർ ചെയ്യുന്ന കണ്ടോ. ഇത് പുഴുങ്ങിയ ബിഗ് പൊട്ടറ്റോ അതിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുക ചെയ്യുന്നത്. ആഹാ, ഞങ്ങൾക്ക് വേണ്ടി കമ്പീർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കമ്പീർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലേഡി. ഇതാണ് കമ്പീർ. ഫുഡിനത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഐറ്റംസ്.
എല്ലാ ഐറ്റംസും ഇടുന്നുണ്ട്. അമ്മോ പറഞ്ഞു ബിഗ് പൊട്ടറ്റോ അതിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം കൂടി ഇട്ടേക്കുന്നത്. വെള്ളം ഒരു മയണൈസും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു ടേസ്റ്റ്. പുളിയൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ, കൊള്ളാം. രണ്ടുപേരും കൂടെ കമ്പ്യൂട്ടർ കഴിച്ച് വെച്ചത് ഇത്രയ്ക്ക് ആക്കി കേട്ടാ. 200 ലിറയാണ് ഇതിൻ്റെ പ്രൈസ്. 200 ലിറ പറഞ്ഞാൽ നമ്മുടെ കുവൈറ്റ് ദിനാർ 2 KD 2 ദിനാറാണ്. 2 KDക്ക് നല്ല ഉണ്ടാകും. അതായത് എന്ത് വലിയ പൊട്ടറ്റോയാവും, ഇത്ര വലിയ പൊട്ടറ്റോ കിട്ടുന്നത്. ചീസ് ഇട്ട് സാധനം മിക്സ് ചെയ്ത് 2 ആൾക്ക് കഴിക്കാൻ വയറെന്ന് പറയും, ശരിക്കും വരാൻ അറിയും. നന്നായിട്ട് എല്ലാവരും. ഞങ്ങൾ ഓർത്തക്കോയി സ്റ്റേഷനിൽ വഴിതെറ്റി വന്നിറങ്ങിയിട്ട് ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ ഖടിക്കോയിലേക്ക്. ഇതേ ഈ ഫെറിയാണ്, ഈ ഫെറിയിലാണ് പോകുന്നത്. ഇത് ഓർത്തക്കോയി സ്റ്റേഷൻ, ഞങ്ങൾ വന്നിറങ്ങിയ സ്റ്റേഷൻ. എന്തായാലും ഇവിടെ വന്നിറങ്ങി ഞങ്ങൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും ഫെറിയിൽ പോവുകയാണ്. ഓർത്തക്കോയി സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഖടിക്കോയിലേക്ക്. ഞാനിവിടെ ഖടിക്കോയിലേക്ക് ബസ്സിന് പോകാൻ പറ്റുമെന്ന് ചോദിച്ച ആൾക്കാരുടെ. അപ്പോൾ നമ്മളുടെ സ്ലാങ് കേട്ട് ഖടിക്കോയ് നോ വി ഡോണ്ട് നോ ഖടിക്കോയ്. അവർ വേറൊരു രീതിയിലാണ് നമ്മുടെ ദിലീപ് പറയണ പോലെയൊക്കെ വായിൽ വേറിലിട്ട് സംസാരിക്കണമായിരുന്നു. എന്നാലാണ് അവർക്ക് ഖടിക്കോയ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളായിരുന്നു. ബോട്ടിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ നമ്മൾ പോകുന്ന ഫെറിയുടെ ഉൾഭാഗമാണിത്. നല്ല നല്ല കംഫർട്ടബിളായിട്ട് സീറ്റും നല്ല വലിയ ബോട്ടാണ്. ബോട്ടിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഏഷ്യൻ സൈഡ് ഖടിക്കോയ് എന്ന് പറയുന്ന സ്ഥലം. തുർക്കിയിലെ ഏഷ്യൻ സൈഡിൽ ഇപ്പം നമ്മൾ വന്നിക്കുക. എന്താ ഖടിക്കോയ്. ഇത് ഖടിക്കോയ് ഫെസ്റ്റിവൽ പാർക്കാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താ അവിടെ നിന്ന്. ഇത് ഈ ഒരു മരം കേട്ടോ, ഇതിൻ്റെ ഇലയുടെ അടുത്ത് തൂങ്ങിക്കിടക്കണ ഈ സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ പിടിച്ചതാണ്. ഒരു പ്രത്യേക തരത്തിൽ ഉണ്ടാകുന്നറിയേ ഇങ്ങനെ നല്ല രസം. ഖടിക്കോയിലെ ഒരു സ്ട്രീറ്റാണ്, ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയാം. തിരക്ക് കണ്ടോ ആൾക്കാരിങ്ങനെ. ഉണ്ടോ ഞങ്ങളിവിടുന്ന് ഒരു ടർക്കിഷ് കോഫി വാങ്ങിച്ച് കുടിക്കാൻ. അതെ, കോഫി അപ്പം തന്നെ പൗഡർ ഗ്രൈൻഡ് ചെയ്ത് ചേർത്തതാണ്. കോഫി പൗഡർ കടയുടെ പേര് ഫാസിൽ ജെ ഇൻ കഫേസി. ഇത് ഇവിടെ മൊത്തം ഇങ്ങനത്തെ കടകളാണ് കണ്ടോ.
ആഹാ അവരത് എടുക്കുന്നത് കണ്ടോ. അടിപൊളി കോഫി പൗഡർ ഉണ്ടാക്കുന്നത്. കണ്ടോ കോഫി പൗഡർ ചെയ്ത് കണ്ടോ. കണ്ടോ കോഫി പൗഡർ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നോ. നിറച്ചിങ്ങനെ ഇട്ടു ഇപ്പോൾ. കോഫി ഒഴിക്കുന്നു. നമ്മളുടെ കോഫി താങ്ക് യു. Turkish coffee. അവനത് പൊടിച്ചുകൊണ്ടിരിക്കണണ്ട. ഇത് ഇളക്കാൻ വേണ്ടിയുള്ള സാധനം ഒന്നാണിത്. പക്ഷെ ഷുഗർ കടിച്ചു കഴിഞ്ഞാൽ ഷുഗർ ക്യാൻഡി പോലെ ഉണ്ട്. കുടിക്കട്ടെ കടിച്ചോ. മധുരമുള്ള ഈ അലുവ പോലെ ഇരിക്കുന്നു. ഇതിനത്ര 65 ലിറ, അതായത് ഒരു കോഫിക്ക് 650 ഫിൽസ് ഒരു കോഫിയുടെ പ്രൈസ്. ഗലാറ്റ ടവറിലേക്ക് പോകുന്ന വഴിയാണ് കണ്ടത്. അങ്ങ് കാണുന്നതാണ് ഗലാറ്റ ടവർ. ഇതിന് മുകളിൽ കയറിയിട്ട് നമുക്ക് ശരിക്കും സൺസെറ്റ് വ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് അത് ക്ലോസ്ഡ് ആണ്. വളരെ സ്ട്രീറ്റ് സിംഗറാണ്. Sözleri tek mavilerim, içimdeki yaralarıma, gördeki ഇതാണ് ഗലാറ്റ ടവർ. സ്ട്രീറ്റൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ ചെറിയ റോഡുകളാണ്. പക്ഷെ എല്ലാത്തിനും സൈഡിലും ഇങ്ങനെ ഷോപ്പൊക്കെ ആയിരിക്കും. ചേർന്നിട്ടുള്ള ഇങ്ങോട്ട് പോയാലും എന്ത് ചെസ്നട്ട് പുഴുങ്ങിയിട്ട് അത് ചുട്ട് തരും. Enerji, yeşim, enerji. ഓക്കെ എനർജി. Enerji, ഓക്കെ Biz maşallah ഫോർ ഈവിൾ ഐ. 20 ama this aquamarine. Yes, amethyst. ലഡുക്കിനിൽ കൂടിയുള്ള യാത്ര അവസാനിച്ചു. ഈ ശരിക്കും പറഞ്ഞാൽ തുർക്കിയുടെ കുറച്ച് ഭാഗം ഏഷ്യയിലും കുറച്ച് ഭാഗം യൂറോപ്പിലാണല്ലോ. അപ്പോൾ ഈ ബോസ്ഫറസ് കടലിടുക്കാണ് ഈ തുർക്കിനെ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് തിരിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾക്ക് പറഞ്ഞൊരു വാക്കിംഗ് ടൂറായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഏഷ്യൻ സൈഡായ കടിക്കോയിൽ പോയിട്ട് അവിടെ നിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് ടർക്കിഷ് കോഫി കഴിച്ച് അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇറങ്ങി കുറച്ച് ചെസ്നട്ട് വാങ്ങിച്ച് കഴിച്ചു. ചെസ്നട്ട് നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ ചുട്ട് തരുന്നതാണ്. നല്ല ടേസ്റ്റാണ് ചെസ്നട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു.